നിങ്ങൾ ആരെങ്കിലും പച്ചമാങ്ങ ഫ്രൈ ചെയ്ത് കഴിച്ചിട്ടുണ്ടോ? അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അതാണ്, പച്ചമാങ്ങ പൊരിച്ചത്. എന്നാൽ എങ്ങനെയാണ് പച്ചമാങ്ങ പൊരിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കിയാലോ? അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി എല്ലാവർക്കും സ്പൈസ് അപ്പ് കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിവിടെ 4 പച്ചമാങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ചെറുതാക്കാതെ നീളത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ. അങ്ങനെ 3 മാങ്ങയും നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെച്ച ശേഷം ഞാനൊരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 250 ml നല്ലെണ്ണയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി എണ്ണ നന്നായി ചൂടായി വരുന്ന സമയത്ത് ആദ്യം നമ്മൾ 3 തണ്ട് കറിവേപ്പിലയും 8-10 വറ്റൽ മുളകും കൂടെ ഈ എണ്ണയിലേക്കിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളുടെ വറ്റൽമുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റി വെക്കാം. ശേഷം അതേ എണ്ണയിലേക്ക് തന്നെ നമ്മൾ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ച നമ്മളുടെ പച്ചമാങ്ങയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളുടെ പച്ചമാങ്ങയും നന്നായിട്ട് ഫ്രൈ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അത് ഒരു പ്ലേറ്റിലേക്ക് കോരി മാറ്റി വെക്കുന്നുണ്ട്. ഇങ്ങനെ വറുത്ത് കോരി വെച്ച മാങ്ങ മാത്രമായിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ്. അടുത്തതായിട്ട് ആദ്യം നമ്മൾ കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ഫ്രൈ ചെയ്ത് വെച്ചിരുന്നല്ലോ, അത് തണുത്ത ശേഷം ഇതുപോലൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് അതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. എന്നിട്ട് ക്രഷ് ചെയ്തെടുത്ത കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ നമുക്ക് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സമയം സ്റ്റൗ ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല. മസാലകളെല്ലാം ഇട്ടതിന് ശേഷം മാത്രം ഓൺ ചെയ്താൽ മതി. അപ്പോൾ ക്രഷ് ചെയ്ത കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് കൊടുത്ത ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ കടുക് പൊടിയും 1/4 ടീസ്പൂൺ ഉലുവപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടിയിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച പച്ചമാങ്ങ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് ഒന്നോടൊന്ന് എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഗ്യാസ് ഓഫാക്കിയ ശേഷം അവസാനമായിട്ട് നമ്മൾ മാങ്ങയും അതുപോലെ തന്നെ കറിവേപ്പിലയും വറ്റൽമുളകൊക്കെ ഫ്രൈ ചെയ്തെടുത്ത ആ ഒരു നല്ലെണ്ണ ഉണ്ടല്ലോ, അതിൽ നിന്ന് 2 സ്പൂൺ മാത്രം നല്ലെണ്ണ എടുത്ത് നമുക്കിതിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പച്ചമാങ്ങ പൊരിച്ചത് തയ്യാറായിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ അച്ചാറിന് പകരം നമുക്കിത് കഴിക്കാവുന്നതാണ്. ഇതിൻ്റെ ചൂട് തണിഞ്ഞ ശേഷം നമ്മുടെ ആവശ്യാനുസരണം എടുത്ത് ഒരു കുപ്പിയിൽ നല്ല ടൈറ്റായിട്ട് മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര കാലം വേണമെങ്കിലും ഇതെടുത്ത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള പച്ചമാങ്ങ പൊരിച്ചത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് സൈഡിലുള്ള ബെൽ ബട്ടണിലെ ഓൾ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറന്നു പോകണ്ട. അത് ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ.